क्राइम अलर्ट, टाइम आज का, क्राइम आज का। എന്താ ഇത് ഇനിയും കുട്ടികളെ പോലെ പ്രവർത്തിക്കുന്നത്? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയാനാ എന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും കളിക്കാൻ പാടില്ലെന്ന്? നീ എന്ത് ചെറിയ കുട്ടിയാണോ? ചെന്നതെല്ലാം ടിഫിൻ റെഡിയാക്കി വെക്കേ, ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. പോ. വാച്ച് ബൈ സാർ, നമ്മുടെ അടുത്ത് ആരൊക്കെ ക്രെഡിറ്റിൽ സാധനം വാങ്ങുന്നോ അവരെല്ലാവരെയും ഉടൻ തന്നെ പേയ്മെന്റ് ചെയ്യാൻ പറയണം കേട്ടോ. കാരണം എനിക്ക് അറിഞ്ഞ് ഏകദേശം 25 പേരുണ്ട്. അവരൊക്കെ 5 മാസങ്ങളായി പണം കിട്ടിയിട്ടേ ഇല്ല. ഇങ്ങനെ പോയാൽ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല വാച്ച് ബൈ സാർ. ബിസിനസ് മുഴുവനും അടിച്ചു പൂട്ടാണ്ട് നില വരും. ക്ലിയർ കട്ടായിട്ട് അവർക്ക് മെസ്സേജ് ഇട്ടേക്കേ. 1 മാസത്തിനപ്പുറം കട കൊടുക്കാൻ പറ്റില്ലെന്ന് തെളിച്ച് പറഞ്ഞേക്ക്. ഒരു ദിവസം പോലും എക്സ്ട്രാ ഇല്ല. മനസ്സിലായോ? ഉടൻ തന്നെ എല്ലാ ബില്ലുകളും അയച്ചു വെക്കേ. ആ ശരി. ഇതാ കഴിക്ക, ചൂടോടുള്ള ഭക്ഷണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കിയത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അതുപോലെ ഒരു കാര്യം അറിയോ, ഇന്ന് എന്റെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട് എന്നെ കാണാനായിട്ട്. വളരെ സന്തോഷമുണ്ട്. നന്നായി അടിച്ചു പൊളിക്ക്. അനുണ്ടല്ലോ, അവളുടെ ബോയ്ഫ്രണ്ട് സലീലിന്റെ കൂടെ ഒരാഴ്ചത്തേക്ക് കാശ്മീർ പോവാ ചുറ്റാനായിട്ട്. അവള് നമ്മളോടും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നീ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 1.5 വർഷം ആവാറായില്ലേ. നമ്മള് ഒരു യാത്ര പോലും പോയില്ലല്ലോ. നമുക്കും പോകാന്നേ കാശ്മീരിലേക്ക്. പോവാ, പക്ഷെ കൊറേ ജോലിയുണ്ട്, ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ. ആ ശരി, എനിക്ക് ഇപ്പോഴാ ഓർമ്മ വരുന്നത്. നിന്റെ ഫ്രണ്ട് അനു, അവളുടെ ബോയ് ഫ്രണ്ട് സലീം, അവന് വേണ്ടി ചോദിച്ചുകൊണ്ടാണ് നിന്റെ ഫ്രണ്ടിന് അത്രയും വലിയ ലോൺ ഞാൻ കൊടുത്തത്. ഇന്നേ വരെ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലും അടച്ചിട്ടില്ല. 6 മാസങ്ങളായി. പക്ഷെ അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് കണ്ടോ? കാശ്മീരിന് ടൂറ് പോകാൻ പോലും. ഇതിനാണ് കാരണവരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ദാനം കൊടുത്താലും അളന്നു കൊടുക്കണമെന്ന്. ആരെങ്കിലും പിടിച്ച് ലോൺ എടുത്തിട്ട് എൻജോയ് ചെയ്ത് പിന്നെ കിടന്നുറങ്ങണം അല്ലേ? അവനല്ല തെറ്റ് ചെയ്തത്, ഞാനാ തെറ്റ് ചെയ്തത്. എന്റെ ഭാര്യയെ ഒന്നും ആലോചിക്കാതെ കാശെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തില്ലേ? പിന്നെ വേറൊരു കാര്യം, നിന്റെ ഫ്രണ്ട് ലോൺ ചോദിച്ചോണ്ട് വരുമ്പോ അവളുടെ മുഖം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയോ? പ്ലീസ് എന്നെ സഹായിക്കൂ, എനിക്ക് കല്യാണമാണ്, എനിക്ക് ബോയ് ഫ്രണ്ട് സെറ്റായി, പക്ഷെ ഇന്നേ വരെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ കാശ്മീരിന് ടൂർ പോകാൻ പോലും. ഒരു കാര്യം പറയാ, നന്നായി കേട്ടോ. ഈ അനുമാനത്തെ ഫ്രണ്ടില്ലേ, അവരെ വിട്ടൊന്ന് മാറി നിൽക്ക്. ആദ്യം കുടുംബം ശ്രദ്ധിക്ക്, ഭർത്താവിനെ ഒന്ന് സ്നേഹിക്ക്, എന്നിട്ട് കിച്ചണിലെ ജോലി നോക്ക്. മനസ്സിലായോ? നീ പറയ, എപ്പോഴാ കശ്മീർ പോകുന്നേ? അതെ, അത് തന്നെയാ പ്ലാൻ ചെയ്യുന്നേ. നെക്സ്റ്റ് മന്ത് 24th ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തന്നെയാ വിചാരിച്ചേക്കുന്നേ. അല്ല പ്രഭ, നീ നിന്റെ ഭർത്താവിന്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞോ? നീ എന്റെ കൂടെ വരുമല്ലേ? ഓ എല്ലാനു, നീ നിന്റെ ബോയ്ഫ്രണ്ട് കൂടെ പോയിട്ട് വാ. പുള്ളി ഇപ്പൊ വരുന്നില്ലെന്നാ പറയുന്നത്. അടുത്ത പ്രാവശ്യം പോകാന്നാ പറയുന്നത്. അയ്യോടാ, നീ മുഴുവൻ മൂടും കളഞ്ഞല്ലോ. നിന്റെ ഭർത്താവിന്റെ കയ്യിലാണെങ്കിൽ കാശെങ്കിലും ഉണ്ട്, പക്ഷെ ഭയങ്കര കഞ്ചൂസാണ്. അതെ അനു, നീ നിന്റെ ബോയ്ഫ്രണ്ടിനോട് പറയണം അദ്ദേഹത്തിന്റെ പൈസ ഇങ്ങ് കൊടുത്തേക്കാൻ. നോക്ക്, ഞാൻ നിന്റെ ബോയ്ഫ്രണ്ട് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ? നീ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് പൈസ വാങ്ങിച്ചു തന്നു. അനു, നിനക്കറിയോ, അദ്ദേഹം എന്നോട് ചില നേരത്ത് മോശമായി സംസാരിക്കും. നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഹാ,
കാശൊക്കെ പെട്ടെന്ന് തരുന്നല്ലേ ചേച്ചി. ഞാൻ വിചാരിച്ചത് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ നമ്മുടെ കൂടെ കാശ്മീരിൽ വരുമെന്നാ. അങ്ങനെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായനെ. നമ്മളെല്ലാവരോട് ചേർന്ന് ഒരു ക്വാളിറ്റി ടൈം അവിടെ ഉണ്ടാക്കായിരുന്നു. ഒരുമിച്ച് നടക്കാം, റിലാക്സ് ചെയ്യാം, റെസ്റ്റ് എടുക്കാം. പിന്നെ നിന്റെയും എന്റെയും പഴയ ഫ്രണ്ട്ഷിപ്പിന് ഒരു പുതിയ ലൈഫ് കിട്ടിയേനെ. പിന്നെ നിന്റെ ഭർത്താവും സലീനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായേനെ. പക്ഷെ നിന്റെ തലയിൽ ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ. വിട്ടേക്ക്, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയും എന്നെ കുറ്റം പറഞ്ഞാൽ മതി. അയ്യോ പ്രഭ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ തന്നെ നിന്റെ കുറ്റം അല്ലല്ലോ. നിന്റെ ഭർത്താവിന് പിന്നെ ഭയങ്കര ഏജ് ആയില്ലേ. അയാൾക്കിപ്പോ അങ്ങനത്തെ ഒരു ആഗ്രഹവും കാണുമെന്ന് തോന്നുന്നില്ല. ഒരു വയസ്സായ ഭർത്താവ്, അയാളുടെ നിനക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക? ഇനിയിപ്പോ നീ ആഗ്രഹിച്ചാലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. സത്യം പറയട്ടെ പ്രഭ, എനിക്ക് ചിലപ്പോഴൊക്കെ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നും. നീ ചെറുപ്പമല്ലേ. നിനക്ക് ഇപ്പൊ തോന്നുന്ന നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒരു വയസ്സായ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് മുഴുവൻ കളഞ്ഞു പോകും. നിനക്കറിയോ, നീ കല്യാണത്തിന് മുന്നേ എത്ര ആക്റ്റീവ് ആയിരുന്നെന്നോ. എന്നിട്ട് ഇപ്പൊ നോക്ക്, ഇങ്ങനെ മരിച്ച് ജീവിക്കുന്നതില്ലേ, അതാണ് ഏറ്റവും വലിയ ദുഃഖം. ഒരു വയസ്സായ ഭർത്താവിന് അയാളുടെ ഭാര്യയ്ക്ക് ആ സന്തോഷം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അതും അവൾ ആഗ്രഹിക്കുന്ന പോലത്തെ. എനിക്ക് ചിലപ്പോഴൊക്കെ നിന്നെ കാണുമ്പോൾ പാവം തോന്നും. ഇത്രയും ചെറുപ്പത്തില് നിനക്ക് തോന്നുന്ന ആഗ്രഹങ്ങളെല്ലാം നീ ഒരു വയസ്സായ ആളെ കല്യാണം കഴിച്ചത് കാരണം അതെല്ലാം മൂടിപ്പോയി. പ്രഭ, പ്രഭ, അത് ഇത് നോക്ക് പ്രഭ, വളരെ ടയർഡായിരിക്കുകയാണ്. പ്ലീസ് ഒരു ചായ ഇട്ട് കൊണ്ടുവരാമോ? പിന്നെ നമുക്കിത് സംസാരിക്കാം. ഈ മെഴുകുതിരിയുടെ സ്മെല്ല് എല്ലാവരെയും അത് റൊമാൻറ്റിക് ആക്കും. ഞാനിത് ഓൺലൈനിൽ നോക്കി വാങ്ങിയതാ. എന്താടോ, എനിക്ക് അസിഡിറ്റി കാരണം ജീവൻ പോവുകയാണ്. നീ ഇവിടെ നിന്ന് റൊമാൻസിനെ കുറിച്ച് സംസാരിച്ചിട്ട് നീ വായി തോന്നിയത് പറയാതെ പ്രഭ. നിങ്ങൾക്ക് എന്തായി പറ്റിയത്? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ മൊത്തം മരുന്നുകളും ചികിത്സയും മാത്രമേ ഉള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് ഗ്യാസ്, ചിലപ്പോ ആസിഡിറ്റി, അതുപോലെ ഇതൊരു ജീവിതമാണോ? അപ്പൊ നീ ആദ്യം പാചകം ചെയ്യാന്നൊന്ന് പഠിക്കുക. ഏതൊക്കെയോ മസാല വെച്ച് എന്തൊക്കെയോ പാചകം ചെയ്ത് വെക്കുക. എനിക്ക് സാധാരണയായിട്ടൊന്ന് ഭക്ഷണം ഉണ്ടാക്കി താ. അതായത് ഇപ്പോ എല്ലാം എന്റെ തെറ്റാണെന്നാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്കും എന്റെ ഭർത്താവിന്റെ സ്നേഹം വേണം. എനിക്കും അദ്ദേഹത്തിന്റെ അറ്റൻഷൻ വേണം. അല്ല പ്രഭ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാര് അവരുടെ ഭാര്യമാരെ ഒത്തിരി സ്നേഹിക്കുന്നു, അവരോടൊപ്പം ഇരുന്ന് ധാരാളം വർത്താനം പറയുന്നു. ഇവിടെ നിങ്ങളാണെങ്കിൽ ദിവസം മുഴുവൻ ഒന്നില്ലെങ്കിൽ ബിസിനസിന്റെ കാര്യം പറയും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം മരുന്നുകളുമാണ്. സ്വന്തം കല്യാണത്തെക്കുറിച്ച് എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ജീവിതത്തിന്റെ പുസ്തകത്താളുകളിൽ നിന്ന് എല്ലാ നിറങ്ങളും നഷ്ടമായെന്ന. ഒരു പ്രതീക്ഷയില്ല, ഒരു ഗുണവുമില്ല. ഇതാ ഇഞ്ചി, ഇത് നന്നായിട്ട് കടിച്ചു വെച്ച് കഴിക്കുക. ഇത് കഴിച്ച് ആസിഡിറ്റി ഒക്കെ മാറിക്കോളും. കഴിക്കേ. നിനക്ക് എന്തിനാ ഇങ്ങനെ ദേഷ്യം വരുന്നുവെന്തോ? ഹേ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിന്നെ വീട് മുഴുവനും അന്വേഷിക്കുക ഞാൻ. കഴിക്കാൻ വല്ലതും ഉണ്ടോ? എനിക്ക് പണിക്ക് പോകാനുള്ളതാ. എന്തിനാ? നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ച ആസിഡിറ്റി ഉണ്ടാവുമല്ലേ?
അതുപോലെ എന്താ പറഞ്ഞത്? എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ പോലും അറിയില്ലെന്ന് അല്ലേ? എന്ത്? ഞാൻ വേറൊരു അർത്ഥത്തിലാ പറഞ്ഞ, അതും വച്ചിട്ട്. പ്രഭ, നീ ഇങ്ങനെ ദേഷ്യത്തോടെ പാചകം ചെയ്യാൻ പോകണ്ട. നിനക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞേക്ക്, ഞാൻ പുറത്ത് കഴിച്ചോളാം. ശരിയല്ലേ പറഞ്ഞത്? എന്ത് വ്യത്യാസം ഉണ്ടവന? ഞാൻ ചിരിക്കാണോ, ഞാൻ കരയാണോ, ഉള്ളിന്ന് തകരാണോ, ജീവിക്കാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നടന്നാൽ മതിയല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചു കഴിഞ്ഞു, നിങ്ങളുടേതായ രീതിയിൽ മാത്രം. നിങ്ങളിപ്പോ വാർദ്ധക്യത്തിലേക്ക് നടക്കുകയാണ്. പക്ഷെ ഞാനിപ്പോഴും എന്റെ ജീവിതത്തിന്റെ യൗവനത്തിലാണുള്ളത്. എനിക്കും എന്റേതായ സ്വപ്നങ്ങളില്ലേ, നടക്കാത്ത ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾ പറ, ഇതൊന്നും നേടാനുള്ള അവകാശം എനിക്കില്ലേ? പ്രഭ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് എന്തു പറ്റി? നിങ്ങളൊരു വയസ്സനായിരിക്കുക, വയസ്സൻ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നിന്റെ സംസാരം കൂടുന്നുണ്ട്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദകേടായി തോന്നും. അനു പറയുന്നത് ശരി തന്നെയാ. ഒരു വയസ്സൻ ഭർത്താവിന് നിന്നെ ഒരിക്കലും സന്തോഷിപ്പിക്കാനാവില്ലെന്ന്. നിങ്ങൾ പ്രായം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ട് നിങ്ങളൊരു വൃദ്ധരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടുള്ള ഈ കല്യാണം ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. എന്റെ അറിവിൽ പ്രഭ, എന്റെ വയസ്സ് എന്താണെന്ന് നിന്റെ അമ്മയ്ക്കും അച്ഛനും നന്നായി അറിയാം. അതുമല്ലാതെ എന്റെ ജോലിയെ പറ്റിയിട്ടും അവർക്കറിയാം. നോക്കൂ, ആരും നിന്നെ നിർബന്ധിച്ച് എനിക്ക് കല്യാണം കഴിപ്പിച്ച് വെച്ചിട്ടില്ല. നീ ആഗ്രഹിച്ചാണ് എന്നെ കല്യാണം കഴിച്ചത്. അതാണല്ലോ ഞാൻ വഞ്ചിക്കപ്പെട്ടത്. എനിക്കറിയില്ലായിരുന്നല്ലോ നിങ്ങൾ വൃദ്ധനായതുകൊണ്ട് എന്റെ സന്തോഷങ്ങളൊന്നും ഇല്ലാതാകുമെന്ന്. എന്റെ സ്വപ്നങ്ങളുമായി ഞാൻ തുടങ്ങിയ ഈ യാത്ര ഇതെന്റെ ചിറകരിയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചത് പോലുമില്ല. വലിയ വലിയ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത് പ്രഭ. ഇതൊക്കെ എന്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് ആദ്യം നിന്റെ അച്ഛനോട് ചെന്ന് പറ. ശരിയായ സമയത്തിന് അദ്ദേഹത്തിന് ഞാൻ കാശ് കൊടുത്ത് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നീയും നിന്റെ കുടുംബവും നടു തെരുവിലായിരുന്നിരിക്കും. നിന്റെ സ്വപ്നം, ആഗ്രഹം ഇപ്പൊ നീ വിളിച്ചു പറഞ്ഞില്ലേ പ്രഭ? ഒന്ന് മനസ്സിലാക്ക്, പോക്കറ്റിൽ കാശില്ലെങ്കിൽ വിശക്കും. ഈ സ്വപ്നങ്ങളെല്ലാം ഭിക്ഷക്കാരന്റെ കയ്യിലുള്ള ചട്ടിയിലുള്ള ചില്ലറ പോലെ കാണാൻ കൊള്ളായിരുന്നിരിക്കും. പെൺകുട്ടിയാണ്, യൗവനത്തിലാണ്, അതുപോലെ സുന്ദരിയുമാണ്. പക്ഷെ എന്നിട്ടും ഞാൻ എന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാളുമായിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രീതം, ഞാൻ ഈ ബന്ധം വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ വയസ്സനായിരിക്കണം, വയസ്സൻ. പ്രീതം, ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഇവളെന്തിനാ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? അനു, ഒരുപക്ഷെ നീ സത്യ പറഞ്ഞത്. ഒരു വയസ്സൻ ഭർത്താവിന് തന്റെ ഭാര്യയെ സന്തോഷത്തോടെ ഇരുത്താനാവില്ല. ഒരിക്കലും അവളെ മനസ്സിലാക്കാനേ ആവില്ല. എന്തു പറ്റി? വീണ്ടും നിന്റെ ഭർത്താവിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയോ? എന്ത് വഴക്ക്? പ്രീതത്തിനെ സംബന്ധിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അലങ്കരിച്ച് വെക്കാവുന്ന ഒരു ഭംഗിയുള്ള പാവ മാത്രമാണ്. അതിന് അതിൻ്റെതായ സ്വപ്നങ്ങളോ
ആഗ്രഹങ്ങളോ ഇല്ല. ഇനി എനിക്ക് സഹിക്കാൻ വയ്യാനു. അങ്ങേര് എന്റെ ആത്മാഭിമാനത്തെ മണ്ണിലിട്ട് ചവിട്ടി അരച്ചു. മതിയാനു, ഞാൻ തീരുമാനിച്ചു. ഇനി എനിക്ക് അങ്ങേരോട് ജീവിക്കാനാവില്ല. പ്രഭ ഇങ്ങനെ വിട്ടിത്തരം പറയരുതേ. അയാൾ നിന്റെ ഭർത്താവാണ്. കുറച്ച് വയസ്സായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് നീ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. കൂടെ ജീവിച്ചിട്ടും കൂടെയില്ലെങ്കിൽ പിന്നെ ഉപേക്ഷിക്കുന്നതിൽ എന്താ പ്രശ്നം? ഇവിടെ നോക്ക് പ്രഭ, നിന്റെ ഭർത്താവ് നിന്നെക്കാളും വയസ്സിൽ മൂത്തത് തന്നെയാ. നിന്റെ ആഗ്രഹങ്ങളൊന്നും അയാൾ മനസ്സിലാക്കില്ല. പക്ഷെ എന്ന് വെച്ചാൽ അയാൾ കളഞ്ഞിട്ട് പോകുന്ന തീരുമാനം എടുക്കരുത്. ഇപ്പൊ എന്റെ കാര്യം നോക്ക്. കടം വാങ്ങി സലീൽ അവന്റെ ബിസിനസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിന്റെ ഭർത്താവ് കഞ്ചൂസ് ആയിരിക്കാം, പക്ഷെ അയാളുടെ പണമുണ്ട്. വീട്, വസ്തുക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ഉണ്ട്. അതെല്ലാം നിനക്ക് സ്വന്തമാണ്. അതെല്ലാം നീ വിട്ടിട്ട് വരാൻ പാടില്ല. അതിന് പകരമായിട്ട് അയാളുടെ മനസ്സിൽ കയറി പറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അനു, സാധ്യമല്ലാത്തൊരു കാര്യമാണ് നീ എന്നോട് ചെയ്യാൻ പറയുന്നത്. നനഞ്ഞ വിറകിൽ ഒരിക്കലും തീ പിടിക്കില്ല. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. അത് നനഞ്ഞ വിറകിനെ പോലും നന്നായിട്ട് കത്തിക്കും. ഓക്കെ ആണോ? അതായത് എനിക്കൊരാളെ അറിയാം, താന്ത്രിക ബാബ. അദ്ദേഹം ഒരു തവണ എന്നെ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. സലീലില്ലേ, അവനാണെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. അപ്പൊ ബാബയാണ് ഒരു അതിശയം ചെയ്തത്. ആ പെണ്ണുണ്ടല്ലോ, സലീലിന്റെ ജീവിതത്തിനെ ഓടിപ്പോയി. അതിനുശേഷം സലീലിനെ എനിക്ക് തിരിച്ചു കിട്ടി. നീ എന്തേ പറയുന്നു? അതെ പ്രഭ, ബാബയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ട് നിന്റെ പുരുഷനെ നിന്റെ പുറകെ നടത്തിപ്പിക്കും. അതിനുശേഷം നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറാവും. അനു, ഇത് ശരിക്കും നടക്കോ? ഞാൻ ബാബയെടുത്ത് സമയം ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അപ്പോഴേ നിനക്ക് വിശ്വാസമാവുള്ളൂ. ശരി, എന്നാ ശരി, ബൈ. കൊണ്ട് നിങ്ങളൊരു വൃദ്ധരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഈ കല്യാണം ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അതെ, നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ലഞ്ചെങ്കിലും എടുത്തിട്ട് പോ. ഇതാ നിങ്ങളുടെ ലഞ്ച്. ഹലോ, പ്രഭ, ബാബ ഇന്ന് 12 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനത്തിനാണോ ടേസ്റ്റ് ഇല്ലാത്തത് അത് വേസ്റ്റ് കുട്ടയിലിടേണ്ടതാണ്. ശരിക്കും നിന്റെ ആഗ്രഹം എന്താണ്? അദ്ദേഹം വീണ്ടും യൗവനമാകണമെന്നാണോ? തീയെ സ്പർശിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് കത്തിക്കേണ്ടത് ആവശ്യമാണ്. എനിക്കൊന്നും മനസ്സിലായില്ല സ്വാമി. നിന്റെ ഭർത്താവിന്റെ മനസ്സ് വീണ്ടും 25 വയസ്സുള്ള ആളെ പോലെ തുള്ളിക്കളിക്കേണ്ടതാണ്. ശരീരം കൊണ്ടായാലും ശരി, മനസ്സ് കൊണ്ടായാലും ശരി. അതുമാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിറവേറ്റും. അതിനു വേണ്ടിയിട്ട് നീ ഒരു പൂജ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. പറയ്, നിന്നെ കൊണ്ട് സാധിക്കുമോ? ഞാനത് ചെയ്യാം. ശരി, ഇന്ന് തൊട്ട് 15 ദിവസത്തിന് ശേഷം ശനിയാഴ്ച വൈകുന്നേരം 12:55 മുന്നേ ആയിട്ട് ഇത് തീർപ്പാക്കിയേ പറ്റൂ.
ഇത് നിങ്ങൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിന്റെ ഭർത്താവ് പുതിയ യൗവനത്തോടെ, പുതിയ ശരീരത്തോടെ, തുള്ളിക്കളിക്കുന്ന ആഗ്രഹവുമായിട്ട് നിന്റെ മുന്നിൽ ഒരു കുതിരയെ പോലെ അദ്ദേഹം നിൽക്കുന്നതായിരിക്കും. പക്ഷെ അതിനുവേണ്ടി നീ ചെയ്യേണ്ടതൊക്കെ കുറച്ച് കഠിനമായ കാര്യങ്ങളാണ്. അത് കോസ്റ്റ്ലിയുമാണ്. 10 ലക്ഷം രൂപ ചെലവാകും അതിന്. അങ്ങ് പറയുന്നത് പോലെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ നല്ല കാര്യം. ഇത് ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ ആയിട്ട് നീ പകൽ സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ ഫുഡ് കഴിക്കാവൂ. നിനക്ക് ഞാനൊരു മന്ത്രം തരാം. അത് നീ 11,000 പ്രാവശ്യം ചൊല്ലണം. 11,000-ൽ ഒരു പ്രാവശ്യം പോലും കുറയാൻ പാടില്ല, അധികമാവാനും പാടില്ല. ഓർമ്മയിലിരിക്കട്ടെ. ഇത് നീ ചെയ്യുന്ന അന്ന് രാത്രി സമയം 12:55 ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രവും ചൊല്ലി നീ നിന്റെ ഭർത്താവിൻ്റെ വയറ്റിൽ ഞാൻ തരുന്ന ദൈവിക കത്തി കുത്തി ഇറക്കണം. ആ സമയത്ത് നിന്റെ ഭർത്താവിൻ്റെ രക്തം ഈ ഭൂമിയിൽ വീഴും. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എന്താന്ന് വെച്ചാൽ അത് കാരണം നിന്റെ ഭർത്താവ് മരിക്കാനൊന്നും പോകുന്നില്ല. ഇനിയും പറയുകയാണെങ്കിൽ ഇത് നീ ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ നിന്റെ കൺമുന്നിൽ നിൽക്കാൻ പോകുന്ന ആ മനുഷ്യൻ നിന്റെ ആഗ്രഹം പോലെ തന്നെ വളരെ യൗവനമായിരിക്കും. മനസ്സിൽ ആഗ്രഹവുമുണ്ട്, അതിനേക്കാളും അധികമായിട്ട് ഭയവുമുണ്ട്. നോ നോ നോ, ഭ്രാന്ത് പിടിക്കും. പ്രഭ, പ്രഭ, ഇല്ല, അത് നീ ഒന്ന് ഇരുന്നേ. നീ എന്താ ഒന്നും പറയാതെ അവിടെ നീ വന്നേ? ആ ബാബ എന്ത് വിചാരിക്കും? ഇല്ല, നിനക്ക് നിന്റെ ഭ്രാന്ത് സ്വാമിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അയാള് പ്രീതമിനെ കൊല്ലാനാ പറയുന്നത്. ഇല്ല. അയ്യോ പ്രഭ, ഇത് വെറും പരിഹാരമാണ്. ജസ്റ്റ് കത്തി കൊള്ളുന്നോണ്ട് നിന്റെ ഭർത്താവ് മരിച്ചൊന്നും പോകത്തില്ല. പരിഹാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. ഇല്ല, എനിക്ക് നീയും നിന്റെ ആ സ്വാമിയും പറയുന്നതിൽ ഒട്ടും വിശ്വാസം തോന്നുന്നില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. അയ്യോ പ്രഭ, ഞാൻ പറയുന്നില്ല അനു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമസ്കാരം അനു മേഡം. നമസ്കാരം. അപ്പോ സുഖാണല്ലോ? ആ സുഖാണ്. ആ, നിങ്ങൾക്ക് സുഖമായിരിക്കും. അനു, നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ പറയട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ എന്റെ ഭാര്യയെ കാണാൻ ഇവിടെ അപ്പപ്പോ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. വരൂ, ഇത് നിങ്ങളുടെ വീട് പോലെയാ. അതേപോലെ നിങ്ങളുടെ സലീലയും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ അതും നന്നായിരിക്കുമായിരുന്നു. എന്ത്? 1 രൂപ പോലും തന്നിട്ടില്ല. 70 ലക്ഷം രൂപ ഞാൻ ക്യാഷ് ആയിട്ടാ തന്നിരിക്കുന്ന, അല്ലേ? ആ അറിയാം, ഞങ്ങൾ തരും. ബിസിനസ് അത്രയ്ക്ക് സെറ്റായിട്ടില്ല. ഓ, നിങ്ങളുടെ ബിസിനസ് സെറ്റ് ആക്കുന്നവരെ ഞാൻ എങ്ങനെയാ കാത്തിരിക്കാൻ പറ്റുക? ഞാൻ പണം തന്നിട്ട് ഇതുവരെ 7 മാസങ്ങൾ കഴിഞ്ഞു. ഇതുവരെ എന്റെ പൈസയും തിരിച്ചു തന്നിട്ടില്ല, എന്റെ പലിശയും തന്നിട്ടില്ല. ശരി, അത് അവിടെ ഇരിക്കട്ടെ. സലീൽ എന്നെ കാണാനും വന്നിട്ടില്ല, ഫോണും ചെയ്തിട്ടില്ല. നോക്കാനു, എന്റെ സ്റ്റൈലിൽ ഞാൻ പണം തിരിച്ചു വാങ്ങണമെങ്കിലേ എന്റെ പൈസ തിരിച്ചു കിട്ടും എനിക്ക്. എന്താ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്താണോ? അല്ലല്ലോ, പക്ഷെ ഭീഷണി എന്ന് വിചാരിച്ചാൽ നല്ലതാ. നിങ്ങൾക്ക് ഞാൻ 10 ദിവസം സമയം തരാം. സലീലിന്റെ അടുത്ത് പറഞ്ഞേക്ക് വാങ്ങിച്ച കാശിന്റെ കുറഞ്ഞത് പലിശയെങ്കിലും തിരിച്ചു കൊണ്ട് തരണമെന്ന്. അത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഇരിക്കാം. ആ പ്രഭ, നിന്റെ ഫ്രണ്ടിന് ടീ, ടിഫിൻ എല്ലാം കൊടുക്ക. ഇവിടെ നോക്കേ, ഇനി ഞാൻ നിന്റെ വീട്ടിൽ വരത്തേയില്ല. നിന്റെ ഭർത്താവ് ഇപ്പൊ എന്നോട് പെരുമാറിയ വിധമേ ശരിയല്ല.
പുഷ്പേന്ദ്രൻ സർ, പ്രീതമ്മ സംസാരിക്കുന്നത്. നിങ്ങളുടെ നമ്പർ കിട്ടി. എനിക്ക് എൻ്റെ ഭാര്യയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണം. ഇവിടെ ആരോടാ സംസാരിക്കുന്നത്, എങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യുന്നത്, കേട്ടോ? അവളുടെ ഫോട്ടോയും നിങ്ങളുടെ ഫീസും ഞാൻ അയച്ചു തരാം. ചെക്ക് ചെയ്തിട്ട് എൻ്റെ ജോലി ഒന്ന് തീർത്തതാ. പ്രഭ മാഡം, നിങ്ങളുടെ അമ്മായിയച്ഛനൊരു മരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്റെ അമ്മായിച്ചനല്ല, എന്റെ ഭർത്താവാണ്. അതിനെന്താ? ഇത്രയും വയസ്സുള്ള ഭർത്താവോ? ഒന്നും വിചാരിക്കല്ലേ, വെറുതെ നിങ്ങളുടെ പ്രായം നിങ്ങൾ നശിപ്പിക്കുക. നിങ്ങളുടെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഒരു നമ്പറിൽ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ നമ്പർ സലിൻ്റേതാണ്. ആ ട്രാക്ക് റെക്കോർഡും വളരെയധികം മോശമാണ്. ഇവന് ഒരുപാട് സിറ്റിയിൽ ഒരുപാട് ലവേഴ്സ് ഉണ്ട്. ഇവൻ ഒരുപാട് പെൺകുട്ടികൾക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തുകൊണ്ടിരിക്കുക സാർ. പക്ഷെ ഒരു വിവാഹം ചെയ്യത്തു പോലുമില്ല. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ വൈഫ് ഉണ്ടാകാനും ഒരുപാട് സാധ്യതയുണ്ട്. ഞാൻ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ആ പറയ. നിന്റെ ഭർത്താവ് 10 ദിവസം ടൈം തന്നിട്ടുണ്ട്. ഇപ്പോഴും ആ 10 ദിവസം കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, ഞാൻ അതിനു വേണ്ടി വിളിച്ചതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, നീയും സലീലും ചേർന്ന് വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ അതെന്താന്നറിയോ, പ്രീതം നിങ്ങളോട് അപ്പോ തുറന്നെല്ലാം സംസാരിച്ചേനെ. ശരി. അല്ല അനു. ഹായ് പ്രഭ, സുഖാണോ? എനിക്ക് സുഖം തന്നെ. നിനക്കെന്താ? എനിക്ക് സുഖാണ്. ഇതെന്താനു, ഞാൻ നിന്നോട് നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ വരാനല്ലേ പറഞ്ഞത്? പക്ഷെ നീ ഒറ്റയ്ക്കാണല്ലോ വന്നേ. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞേക്കാ. വാ പോവാം. ശരി, വാ. ദാ ഇവിടെ സമാധാനായിരിക്കെ. അതുപോലെ അനു, അതെ, നീ പറഞ്ഞില്ലേ നീ പുതിയ വീട് വാങ്ങിക്കുന്നെന്ന്. എപ്പോഴാ പുതിയ വീട് വാങ്ങിക്കുന്നേ? അതാണോ? ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് പാസ്സായ ഉടനെ ഞങ്ങൾ പുതിയ വീട് വാങ്ങും. സലിൻ വന്നല്ലോ. ഹലോ സലിൽ, നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ നേരിട്ട് മീറ്റ് ചെയ്തേ ഇല്ല. ഹലോ, കം ബാക്ക്. താങ്ക് യു. അത് പിന്നെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ശരിക്കും മറ്റെല്ലാം മറന്നുപോയി. ഓ ഹലോ പ്രഭ, അവൻ എന്റെ ബോയ് ഫ്രണ്ട് ആട്ടോ. അല്ല നിനക്ക് എന്താ പറ്റിയേ? അത് അതൊന്നുമില്ല. വാ വാ, വന്നിരിക്കൂ പ്ലീസ്. ഒരു മിനിറ്റ്, നിങ്ങൾ നന്നായിട്ട് ചായ ഉണ്ടാക്കുമെന്ന് കേട്ടല്ലോ. സോ ഞങ്ങൾക്കൊരു ടീ കിട്ടാൻ സാധ്യതയുണ്ടോ? ആ തീർച്ചയായും.
എന്തുപറ്റി? എന്താ ചെയ്യുന്ന? നിനക്കൊന്ന് സൂക്ഷിച്ചൂടെ? നീ എവിടെ നോക്കിയാ നടക്കുന്നേ? വാ, ഞാനും കൂടെ വരാം. അയ്യോ, വാ വാ വാ. വാ. ഷുഗർ ഒന്ന് കുറച്ചിടണേ. ശരി, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി സ്വയം ചായ ഉണ്ടാക്കാം. ശരി, പറയ്. നിനക്ക് നിന്റെ ഹസ്ബൻഡിന്റെ റൊമാൻസ് സ്റ്റോറി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? നിനക്കറിയാലോ അനു, പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? നീ എന്തിനാ ഇങ്ങനെ മുറിവില് മുളക് തേക്കുന്നേ? അങ്ങനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത് പിന്നെ അനു, എനിക്ക് നിന്നോട് ശരിക്കും അസൂയ തോന്നുന്നുണ്ട്. എന്തിന്? ഒന്ന്, നിനക്ക് ഇത്രയും ഹാൻസം ആയൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അതുപോലെ ഞാൻ കണ്ടു അവൻ നിന്നെ എത്രത്തോളം കെയർ ചെയ്യുന്നതെന്ന്. ആ, അത് കറക്റ്റാണ്. അവൻ എന്നെ അവന്റെ കണ്ണിനകത്താ വെച്ചേക്കുന്നേ. അതൊക്കെ ഇരിക്കട്ടെ, പ്രീതമിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് നീ താന്ത്രിക ബാബ പറയുന്നത് കേൾക്കണം. ഇന്ന് അദ്ദേഹത്തിന് കാരണമാണ് സലീൽ എന്റെ ജീവിതത്തിലുള്ളത്. നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഇതൊക്കെ സാധ്യമെന്ന്? ആ, ബാബ എല്ലാം ശരിയാക്കും. നീ ഒരു തവണ അയാൾ പറയുന്നത് ഒന്ന് ചെയ്ത് നോക്ക്. പക്ഷേ അനു, ഇനി പ്രീതത്തിന് എന്തെങ്കിലും പറ്റിയ? നിന്റെ ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരവില്ല. പക്ഷെ നിനക്ക് സലീലിനെ പോലെ സ്നേഹം തരുന്ന പ്രീതത്തിന് വേണമെങ്കിൽ ബാബ നിന്നോട് എന്താണോ പറഞ്ഞത് അത് ചെയ്യ്. പിന്നെ നിന്റെ ഇഷ്ടമാണ്. ടീ തിളയ്ക്കുന്നുണ്ട്, നോക്ക്. അയ്യോ, ഞാനിപ്പോ പാലെടുത്തിട്ട് വരാം. മതി 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 മതി. എല്ലാം കുറച്ചുള്ളതാ നല്ലത്. നീ ചായയാണ് ഇടുന്നത്, പാലാണ് ഉണ്ടാക്കുന്നത്? ഓ, പ്രീതമിന്റെയും പ്രഫയുടെയും ഇടയിലെ വഴക്ക് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും രണ്ടുപേരുടെയും വ്യൂ പോയിന്റ് വളരെ വ്യത്യസ്തമാണ്. നേരം കിട്ടുന്ന സമയത്ത് രണ്ടുപേരും തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, മനസ്സിലുള്ള പ്രശ്നങ്ങൾ രണ്ടുപേരും കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ബന്ധങ്ങൾക്കിടയിൽ ഈ വിള്ളലുകൾ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ കാലുഷ്യം ഒരു പ്രശ്നമായി മാറുകയാണോ, അതോ ഇവരുടെ രണ്ടുപേരുടെയും ബന്ധം വളരെ ശക്തമായി തീരുമോ? ഈ അനു എന്താ ഫോൺ എടുക്കാത്തത്? അനു അനു ഫോൺ എടുക്ക പ്ലീസ്. സ്വാമിജി വിളിച്ചാലോ? ഹലോ സ്വാമി. നീ എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് അതിവിടെ എത്തിക്കഴിഞ്ഞു. സ്വാമി, ഞാൻ താങ്കൾ പറയുന്ന പോലെ ചെയ്ത ശരിക്കും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുമോ? പ്രീതം എങ്ങനെയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ശരിക്കും അതുപോലെയാവൂ? മനസ്സിലുള്ള സംശയങ്ങളെ മായ്ച്ചു കളഞ്ഞേക്ക്. ചെയ്യാൻ പോകുന്ന ക്രിയകളിൽ വിശ്വാസം വയ്ക്ക്. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്റെ ഭർത്താവ് നിന്റെ മുന്നിൽ വന്ന് നിൽക്കും. സമയം ഒരുപാട് കുറവാണ്. ഇനിയും ഇതുപോലൊരു നല്ല സമയം 3 വർഷത്തിന് ശേഷം മാത്രമേ ലഭിക്കൂ. നിന്റെ സന്തോഷം നിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. ചെയ്യാൻ പോകുന്ന ക്രിയകളിൽ വിശ്വാസം വയ്ക്ക്. നീ താന്ത്രിക ബാബയെ മീറ്റ് ചെയ്തായിരുന്നോ?
ആ ഞാൻ പോയി കണ്ടിരുന്നു. ആ പരിഹാരം ചെയ്യാൻ തയ്യാറാണോ? ഇവിടെ നോക്ക്, നിനക്ക് പണം ആവശ്യമാണെങ്കിൽ നിന്റെ ഹസ്ബൻഡ് തന്നില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ അത് നോക്കിക്കോളാം. എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടായാലും നിനക്ക് തരാം. വേണ്ട അനു, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ആഭരണങ്ങളുണ്ട്. ഞാനത് കൊണ്ടുപോയി വെച്ചിട്ട് ആവശ്യത്തിനുള്ള പൈസ എടുത്തോളാം. നീ എനിക്ക് ഒരു സഹായം ചെയ്തു തന്നാൽ മതി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സ്വർണം കൊണ്ടുപോയി വെക്കാനായിട്ട്? അതിനെപ്പറ്റിയൊന്നും നീ വിഷമിക്കണ്ട, അതെല്ലാം സലിം നോക്കിക്കോളും. ശരി, എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. ശരി. എങ്ങനെയായാലും മീൻ നമ്മുടെ വലയിലെ വീട് കഴിഞ്ഞു. പ്രീതം തുബേ, 10 ദിവസത്തിൽ നിന്റെ പൈസ വേണമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ 10 ദിവസത്തിൽ നീ ഈ ഭൂമിയിലേ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാ നീ കാശ് വാങ്ങിക്കാൻ പോകുന്നേ? പാവം. ഓക്കേ. ആ പറ. പ്രീതം സാർ, നിങ്ങളുടെ വൈഫ് സലിലിന് ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സലില് അത് ചതുർവേദുവിന്റെ കയ്യിൽ പണയം വെച്ചേക്കുവാ. 10 ലക്ഷം രൂപയാണ് വാങ്ങിയിരിക്കുന്നത്. സോറി, എനിക്കിതെന്തായാലും ചെയ്തേ പറ്റൂ. നിന്റെ ഫ്രണ്ടില്ലേ, അവളെ എനിക്ക് ഒട്ടും വിശ്വാസമേ ഇല്ല. അവളുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറും. പക്ഷേ പ്രീതം ദുബെ ഇന്ന് എങ്ങനെയായിരുന്നാലും മരിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ നിന്റെ ഫ്രണ്ടിന്റെ കത്തിൽ നിന്ന് അവൻ ഇന്ന് രക്ഷപ്പെട്ടാലും അവനെ ഞാൻ എന്തായാലും കൊന്നിരിക്കും. ആ ഇന്ന് വരെ നീയും പ്രഭയും സംസാരിച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട്. ഇതിലെന്താണ് പ്രൂവ് ആകുമെന്ന് വെച്ചാൽ, അതായത് നീയും പ്രഭയും ചേർന്ന് പ്രീതമനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തുവെന്ന് പ്രൂവ് ആവും. പക്ഷെ ഞാനൊരു പഞ്ചപാപം. എന്താന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി എനിക്ക് യാതൊന്നും തന്നെ അറിയില്ലല്ലോ. 20 ലക്ഷം കൊടുക്കേണ്ട കാര്യവുമില്ല. നീയുമായിട്ടുള്ള ബന്ധവും എനിക്ക് ആവശ്യമില്ല. വിഷ് യു ഗുഡ് ലക്ക് ബേബി. പ്രഭ, പ്രഭ, പ്രഭ. വാവ്,
നീ നിന്റെ പരിധി കവിഞ്ഞാ പോയിരിക്കുന്നേ. നിനക്ക് കുറച്ചുകൂടെ ലജ്ജയില്ലേ? ഏത് സമയത്താ നീ വീട്ടിൽ കയറി വരുന്നേ? നീ പറഞ്ഞത് വളരെ ശരിയാ. നിന്റെ യൗവന ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു അല്ലേ? നിനക്ക് അതിൽ ഒട്ടും ലജ്ജയില്ലാതെ പോയില്ല. എന്തുകൊണ്ട്? കാരണം ഞാൻ കിളവനായി പോയത് കൊണ്ടല്ലേ? പക്ഷെ നിനക്കൊരു ചെറുപ്പക്കാരന്റെ ആവശ്യമുണ്ട് അല്ലേ? നിന്റെ ആവശ്യം ഒരു യൗവന രക്തമല്ലേ? അതെ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മറ്റാരെയല്ല, നിങ്ങളെ മാത്രം. ആഹാ, നിന്നെ ഞാൻ എങ്ങനെ അഭിനന്ദിക്കുക? വാ, നീ എന്നെ നോക്കി ചാക്കിൽ ഒട്ടിയിരിക്കുന്ന ശർക്കരയെ നുണച്ചു നോക്കാൻ പറയല്ലേ? പക്ഷെ എന്റെ പുറകെ നീ യുവത്വത്തിന്റെ കളിയോടെ കുറെ മധുരങ്ങൾ കഴിച്ച് കളിക്കുമല്ലേ? കാരണം ഞാൻ കിളവനായി പോയി. എത്ര പെട്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതായിരിക്കും. നീ എന്താ പറഞ്ഞു വരുന്ന പ്രഭ? പ്രഭ, നിങ്ങളാണോ ഫോൺ ചെയ്തത്? നിങ്ങളുടെ ഭാര്യ എന്തിനു വേണ്ടി നിങ്ങൾ കൊന്നത്? സാർ, ഇവക്ക് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്നേഹം അവൾക്ക് ആവശ്യപ്പെട്ടില്ല. ഇവൾക്ക് വെറും ശാരീരിക ബന്ധം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഈ കിളവന്റെ കൂടെ ജീവിക്കാൻ പറ്റാതെ അവൾ കഷ്ടപ്പെടുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരനായി നോക്കി അവന്റെ കൂടെ ഉല്ലസിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഞാനത് സമ്മതിക്കാതെ മുഴുവനുമായി നശിപ്പിച്ചു. പ്രഭ, വിട് പ്രഭ, എന്നെ നീ കൊല്ലാൻ നോക്കുകയാണോ? വിടാനാ പറഞ്ഞേ. വിട് പ്രഭ, പ്രഭ, എന്നെ നീ കൊല്ലാൻ ശ്രമിക്കുന്നോ? എന്നെ കൊല്ലുന്നത്ര ധൈര്യമാണ് നിനക്ക്? നീ ചാവടി. അവളെ ഞാൻ എന്തിനാ കൊന്നെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോഴും രണ്ട് മനസ്സുകൾ ഒരുമിച്ചാൽ മാത്രമേ ബന്ധം ശക്തമാവൂ. അതോടൊപ്പം എല്ലാ സത്യങ്ങളും അവർ അംഗീകരിക്കണം. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള രണ്ടു പേർ ഒരുമിച്ച് ചേർന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയാൽ അവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ആ ബന്ധം നിലനിൽക്കുകയുള്ളൂ. പ്രീതം കുറച്ചൊക്കെ അയഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. പ്രഭ ബഹുമാനവും നൽകേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ വയസ്സിന്റെ വ്യത്യാസമില്ലാതെ ഇവരുടെ ബന്ധം വളരെയധികം ശക്തമായി തീർന്നേനെ. അങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പരസ്പരം ചേർന്നില്ല എങ്കിൽ പരസ്പരം വേർപിരിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷെ തെറ്റായ വഴിയിൽ കൂടി നമ്മൾ പോകാൻ പാടില്ല. ആ വഴി നിങ്ങളെ തീർച്ചയായും നാശത്തിലേക്ക് എത്തിക്കൂ. അതോടൊപ്പം ചില സമയങ്ങളിൽ നേരം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കണം. ആ സംസാരം മാത്രം മതി. നിങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ പൂർണ്ണമായും ഇല്ലാതാകും. ഒരുപക്ഷെ അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഉറപ്പായും പ്രീതം പ്രഭയെ കൊല്ലുകയില്ലായിരുന്നു. എന്റെ പേര് സുശാന്ത് സിംഗ്. ഞാനിപ്പോൾ വിടവാങ്ങുകയാണ്. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. കാണുക ക്രൈം അലേർട്ട്. ഇതേ സമയം ഇന്നത്തെ കുറ്റം.